മോശാണ്. ആദ്യം തന്നെ ബ്രേക്ക് ചെയ്യണത്. നമുക്ക് കഴിച്ചോട്ടെ എടുത്തോടാ. അവനോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവനാരാ? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ബിഗ് ബോസിനകത്ത് 2 മട്ടൻ പീസിൻ്റെ പേരും പറഞ്ഞു മുട്ടനടി നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. ഇവിടെ വിഷയം നടക്കുന്നത് അനുമോൾ ഷാനവാസ് തമ്മിലാണ്, അതുപോലെ ആര്യൻ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസും ആര്യനും ഇവിടെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നമുക്ക് തോന്നും. എല്ലാ തവണയും നമ്മുടെ ആര്യൻ എന്തെങ്കിലുമൊക്കെ ചെറ്റത്തരങ്ങൾ കാണിക്കണം നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ആര്യൻ്റെ കൂടെ ഷാനവാസ് ഇക്കയും കൂടെ കൂടിയിട്ടുണ്ട്. ഒരു മര്യാദയില്ലാതെ പെരുമാറുന്ന ഷാനവാസ് ഇക്കനെ നമുക്കിവിടെ കാണാൻ പറ്റും. ദിയാസനയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന മട്ടൻ ബിരിയാണി അനുമോള് എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതിനകത്ത് ഫുഡ് എത്ര കിട്ടിയാലും തികയുന്നില്ല എന്നുള്ള രീതിയിലാണ് അവിടെ ആൾക്കാർ പെരുമാറുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഇത്രയും ദിവസം നിന്ന് പുറത്തുള്ള നമ്മൾ ഫുഡൊക്കെ മിസ് ചെയ്യും. അപ്പോൾ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ആ ഫുഡിനോട് നമുക്കൊരു ആക്രാന്തമൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അനുമോൾ അത്രയും കെയർഫുള്ളായിട്ട് റൈസ് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മട്ടൻ്റെ പീസ് എത്ര എണ്ണം ഉണ്ടെന്ന് അനുമോൾക്ക് അറിയത്തില്ല. അപ്പോൾ അനുവാണ് അവിടെ വിളമ്പുന്നത്. എല്ലാവരും വട്ടം കൂടി അടുക്കളയിൽ ക്രൗഡായിട്ട് നിന്നിട്ട് പാത്രമൊക്കെ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അനുമോള് എല്ലാവർക്കും റൈസ് വിളമ്പി കൊടുക്കുകയാണ്. കാരണം അതിനകത്ത് പീസ് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പം റൈസ് വിളമ്പിയിട്ട് അവസാനം പീസ് വെച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഈക്വലായിട്ട് കൊടുക്കാം എന്നുള്ളൊരു ഇതിലായിരിക്കും അനുമോള് വിളമ്പുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടെ ഭയങ്കര അലുമ്പുണ്ടാക്കുകയാണ്. അപ്പോൾ ഒരാൾ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ഇത് നമുക്ക് ഊഹിക്കാം. എല്ലാവരും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആര്യൻ അലുമ്പുണ്ടാക്കി. ആര്യൻ കൈയിട്ട് വാരാനായിട്ട് നോക്കി, മട്ടൻ്റെ പീസ് ഇങ്ങനെ കൈയിട്ട് വാരാനായിട്ട് നോക്കി. അതിൻ്റെ പിറകെ നിന്ന് ഷാനവാസ് മഹാകുളമാക്കി. പുള്ളിക്കാരൻ ഇതുപോലെ കൈ കൊണ്ട് എടുത്ത് വെക്കുന്നുണ്ട്, എക്സ്ട്രാ പീസ് എടുക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാവർക്കും തികയോന്നൊന്നും അറിയത്തില്ല അനുമോൾക്ക്. രണ്ടുപേരും കൈയിട്ട് വാരാണ്. അനുമോൾ പകുതി ഇട്ടിട്ട് പോവാണ് ചെയ്യുന്നത്. ഷാനവാസ് കിട്ടുന്ന പീസൊക്കെ വാരിപ്പറക്കി വെച്ചു. റൈസും എടുത്തു. അവർ കുറച്ച് പേര്, ഒനീൽ, സാബുമാൻ, അക്ബർ, അതുപോലെ ഷാനവാസ്, ആര്യൻ, ഇവരെല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കഴിക്കുകയാണ്. നൂബിനും ഫുഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾക്ക് കഴിക്കാനേ തോന്നുന്നില്ല. പുള്ളിക്കാരൻ അന്തം വിട്ടിരിക്കുകയായിരിക്കും ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. കാരണം ആഹാരത്തിൻ്റെ പേരും പറഞ്ഞ് ഇത്രയും സംഭവ വികാസങ്ങൾ. പുള്ളിക്ക് ചിരി വരുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആഹാരത്തിൻ്റെ മുമ്പ് ഇരിക്കുന്ന നൂബിനെ നമുക്ക് കാണാൻ പറ്റും. ആഹാരത്തിൻ്റെ മുമ്പ് ഇരുന്നു കൊണ്ട് കച്ചട തന്നെയായിരുന്നു. മട്ടൻ്റെ പീസ് ഷാനവാസ് എക്സ്ട്രാ എടുത്ത് അയാളുടെ പ്ലേറ്റിൽ വെച്ചിട്ട് അനീഷിനോട് പറയുന്നുണ്ട് ചുമ്മാ തമാശയ്ക്കാണെന്നുള്ള രീതിയിൽ. ഈ ഷാനവാസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസ് ചെയ്യുന്ന എല്ലാ ചെറ്റത്തരങ്ങളും ബാക്കിയുള്ള ഒരു തമാശയായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. മുമ്പുണ്ടായ വിഷയം അനീഷിൻ്റെ കോയിൻ ഒളിപ്പിച്ച് വെച്ചത്, ചോക്ലേറ്റ് ഒളിപ്പിച്ച് വെച്ചതും ഇതേ ഒരു ഇതിലായിരുന്നു ഷാനവാസ് കണ്ടിരുന്നത്. ഷാനവാസ് ചെയ്യുന്ന എല്ലാം ബാക്കിയുള്ള ഒരു തമാശയായിട്ട് കാണണം. ഒരാൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും പേർക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സ്വാഭാവികമായിട്ടും കൈയിട്ട് വാരിക്കഴിഞ്ഞാൽ ആൾക്ക് ഭ്രാന്താവും. അങ്ങനെ അനു ഇട്ടിട്ട് പോയതാണ്. ഷാനവാസ് അത് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തെല്ലാം പറയുന്നുണ്ടെന്ന് അറിയോ. അനു ചെയ്തത് വളരെ തെറ്റാണ്, അനു വിളമ്പിയത് മോശമായിട്ടാണ്. ഷാനവാസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും റൈസ് വിളമ്പുന്ന കൂട്ടത്തിൽ മട്ടൻ്റെ പീസും കൂടെ വിളമ്പിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു എന്നാണ് ഷാനവാസ് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ വിളമ്പിയില്ല എന്നൊക്കെ പറയുന്നു. അത് സംഭവം അനു അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ മട്ടൻ്റെ പീസ് എത്ര എണ്ണം ഉണ്ടെന്ന് അനുവിന് അറിയത്തില്ല. അതുകൊണ്ടാണ് അനു അങ്ങനെ ചെയ്തത്. ഫുഡ് വരുമ്പോഴേ അവിടെയുള്ള ആൾക്കാരുടെ പ്രാന്ത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അനു ഭയങ്കര കരച്ചിലായി, അനുവിന് ഭയങ്കര വിഷമായി. അനു പറയണ ചില കാര്യങ്ങളുണ്ട്. നീ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കും വേണമെന്ന് നീ വിചാരിക്കണം. പക്ഷെ അവിടെ പലരും അങ്ങനെ വിചാരിക്കുന്നില്ല. പല ആൾക്കാരും വിചാരിക്കുന്ന അവരെ വയറ് നിറഞ്ഞാൽ മതി, അവർക്ക് കൂടുതൽ വേണം, മറ്റവർക്ക് വേണോ വേണ്ടയോ, അവർക്ക് കഴിക്കണമെന്ന് പോലും ചിന്തിക്കുന്നില്ല. എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് അതിൽ? സത്യമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഷാനവാസ് ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. പുള്ളിക്കാരന് കിട്ടണം. ആളിങ്ങനെ പ്ലേറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെ ഉള്ള എല്ലാവരും പ്ലേറ്റ് പിടിച്ചുകൊണ്ട് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് അനു ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. അനീഷിന് കൊടുക്കുന്നുണ്ട്, നൂറയ്ക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു വരാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ അലുമ്പുണ്ടാക്കിയത് ഷാനവാസാണ്. അനു പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അവിടെ ഭയങ്കര സെൽഫിഷ്നെസ് ആണ് ഷാനവാസ് കാണിച്ചതും. ഇതെല്ലാം കഴിഞ്ഞ് അവർ ഡൈനിങ് ടേബിളിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് ഇതിനെ ന്യായീകരിക്കാനായിട്ട് പറയുന്ന ഓരോ കാരണങ്ങളുണ്ട്.
ആര്യനാണ് ആദ്യം എടുത്തത്, അതിനുശേഷമാണ് ഞാൻ എടുത്തത് എന്നുള്ള രീതിയിൽ. ആള് പറയുന്നത് ആദ്യം എടുത്ത ആര്യൻ്റെ കയ്യിലാണ് തെറ്റ് എന്നുള്ള രീതിയിലേക്കായി. അപ്പോൾ ആള് ചെയ്തത് തെറ്റല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ബിന്നി അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ബിന്നി പറയുന്നുണ്ട് ആദ്യം എടുത്താലും രണ്ടാമത് എടുത്താലും ചെയ്തത് ചെറ്റത്തരമാണെന്നുള്ള രീതിയിൽ, അലിമ്പ് തന്നെയാണെന്നുള്ള രീതിയിൽ ബിന്നി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അനീഷ് ഷാനവാസിനെ എതിർത്ത് നിൽക്കുന്നുണ്ട്. എത്ര ഫ്രണ്ടെന്ന് പറഞ്ഞാലും പറയേണ്ടടുത്ത് വ്യക്തമായിട്ട് അനീഷ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ കൈയിട്ട് വാരി എക്സ്ട്രാ എടുത്തത് വളരെ മോശമായി പോയി എന്ന് അനീഷ് മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പക്ഷേ അനീഷിനെ എന്തെല്ലാം പറയുന്നുണ്ടെന്നറിയോ, അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഷാനവാസ് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഷാനവാസ് വെറുതെ ഷൗട്ട് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെയോ തിരിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് മലക്കം മറിഞ്ഞ് കിടന്ന് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വഴക്ക് വെറുതെ പുള്ളി വെറുതെ ക്രിയേറ്റ് ചെയ്തെടുത്ത പോലെ ഒരു ഫീലാണ് നമുക്ക് ആ ഒരു സംഭവം കാണുമ്പോൾ തോന്നുന്നത്. മുണ്ടൊക്കെ മടക്കി കുത്തി ഭയങ്കര താൻ ഭയങ്കര ഹീറോ ആണെന്നുള്ള രീതിയിലൊക്കെയാണ് ഷാനവാസ് പെരുമാറുന്നത്. അക്ബർ പറയുന്നുണ്ട് അനു കറക്റ്റ് തന്നെയാണ് വിളമ്പിയത്, അനുവിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല, അനു ഓരോരുത്തർക്കും ഈക്വലായിട്ട് തന്നെയാണ് വിളമ്പിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഷാനവാസാണ് അത്രയും ഇഷ്യൂ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇത്രയും ഇഷ്യൂ ആക്കിയെടുത്തത് ഷാനവാസാണ്. അനുവിനത് ഹേർട്ടായി. സ്വാഭാവികമായിട്ടും വിളമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി അലുമ്പുണ്ടാക്കിയാൽ വിഷമം വരും. അത് അനു പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടോയെന്നൊന്നും ഷാനവാസിന് അറിയണ്ട. പുള്ളിയുടെ കാര്യം മാത്രം ചിന്തിച്ച് പുള്ളിക്ക് എക്സ്ട്രാ കിട്ടണം, പുള്ളിയുടെ വയറ് നിറയണം, പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടിരിക്കണം. ഇവർക്ക് എല്ലാവർക്കും വിളമ്പിയിട്ട് അനുവിന് ലാസ്റ്റ് പീസില്ല, മട്ടൻ്റെ പീസില്ല എന്ന് ആദില പറയുന്നുണ്ട്, തികഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ളവൻ്റെ കാര്യം ഒന്നും ചിന്തിക്കാതെ സെൽഫിഷായിട്ട് ഷാനവാസ് ബിഹേവ് ചെയ്യുന്നു. എന്നിട്ട് ഷാനവാസ് പറയുന്ന ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫണ്ണായിട്ട് ബാക്കിയുള്ളവരെടുക്കണം. അനു ചെയ്തത് ഒരു തെറ്റുമില്ല എന്ന് അനുവിനെ കുറിച്ച് പറയുമ്പോൾ ഷാനവാസിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഷാനവാസിൻ്റെ കൂടെ അനീഷ് നിൽക്കണം. അതിപ്പോൾ എന്ത് ചെറ്റത്തരാണെങ്കിലും എന്ത് തെണ്ടിത്തരമാണെങ്കിലും അനീഷ് ഷാനവാസിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു എതിർപ്പ് വരത്തില്ല. ഷാനവാസ് ചെയ്തത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ അനീഷ് മണ്ടനാവും, അല്ലെങ്കിൽ അനീഷ് കൊള്ളാത്തവനാവും, അല്ലെങ്കിൽ അനീഷിൻ്റെ സ്റ്റാൻഡ് ശരിയല്ല, അനീഷ് ഡബിൾ സ്റ്റാൻഡാണ്, ഇങ്ങനെയൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. എല്ലാവരും പറയുന്നത് ഒനീലായാലും സാബു ആയാലും അനീഷ് ആയാലും ബിന്നി ആയാലും അക്ബർ ആയാലും എല്ലാവരും പറയുന്നത് അനുവിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല, അനു വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തത്. എല്ലാവരും ഷാനവാസിന് നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഷാനവാസ് ചെയ്തത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അക്ബറൊക്കെ ഷാനവാസിനെ വലിച്ചു കീറുന്നതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം 7 അയലത്തൂടെ പോവാത്തവനാണ് ഈ ആര്യൻ ചെയ്തതിനെ പൊക്കി പിടിച്ചുകൊണ്ട് ഷാനവാസ് പുറകേന്ന് ചാടി. ഇതാണ് ഷാനവാസിന് പറ്റിയ മിസ്റ്റേക്ക്. ആദ്യം ആര്യനാണ് കൈയിട്ട് വാരിയത്, അതിനുശേഷം ഷാനവാസ് അതുപോലെ ചെയ്തു, ഇമ്മച്യൂറായിട്ട് ബിഹേവ് ചെയ്തു എന്ന് വേണം പറയാൻ, ഒരു മാനേഴ്സും ഇല്ലാതെ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ ബീൻ ബാഗിൽ പോയി ഇരുന്നും കൊണ്ട് അവർ ചെയ്തത് ഭയങ്കരമായിട്ടിരുന്ന് ന്യായീകരിക്കുകയാണ്. നല്ല കൂട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നെവിൻ ഒരു കമൻറ്റ് പറയുന്നുണ്ട്, എനിക്കത് സത്യമായിട്ട് തോന്നി. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോ. നെവിൻ പറയുന്നത് വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. നെവിൻ പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും മിത്രം കളിക്കുകയാണോ അത് അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട്. നെവിൻ ചുമ്മാ പറഞ്ഞാണോ എന്നറിയില്ല, എന്തായാലും ആൾക്ക് ഫീൽ ചെയ്ത് പറഞ്ഞതാണ്. ആ ഫീൽ ചെയ്തത് നമുക്ക് ഒരുപാട് പേർക്കും തോന്നിയിട്ടുണ്ടാവും. ഷാനവാസ് ബിഹേവ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ തോന്നും. ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഷാനവാസ് പെരുമാറുന്നത് പോലെ അനീഷ് പെരുമാറണം. ഷാനവാസ് എന്തൊക്കെ ചെയ്താലും അനീഷ് അതിനെ ന്യായീകരിക്കണം. ഈ ഷാനവാസിൻ്റെ ഒരു ഷാഡോ ആയിട്ട് എപ്പോഴും അനീഷ് ഉണ്ടാവണം. അങ്ങനെ ഒരു രീതിക്കാണ് ഷാനവാസ് നിൽക്കുന്നത്. ഷാനവാസ് പലവട്ടമായി അനീഷിനെ നാണം കെടുത്തുന്ന രീതിക്ക് ചില നേരത്തെ സംസാരിക്കാറുണ്ട് ബാക്കിയുള്ളവരുടെ മുമ്പ് വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ.